കുറച്ച് വന്യമൃഗങ്ങളുള്ള ഒരു കാട്, അപ്പം അതിൻ്റെ നടുവിലൂടെ ഒരു പുഴ, അതിലൂടെ മഴയത്ത് ഒരു കൊട്ടവഞ്ചി സവാരി. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇന്നത്തെ യാത്ര പത്തനംതിട്ടയിലെ കോന്നിയിലെ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ്. രാവിലെ തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഫുൾ വർക്ക് എടുക്കുന്ന സ്ഥലമാകുമ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട്. ഫുൾ ചെളിയാണ് അവിടെ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഹോട്ടലെത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഇടിയപ്പവും മുട്ടക്കറിയും കഴിച്ച് ഫുൾ എനർജിയോടെ സെറ്റായിട്ടുണ്ട്. ഹായ് ഓൾ, കൊച്ചിൻ ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്രാവശ്യം ഒരു പത്തനംതിട്ട ട്രിപ്പായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളത് കറൻ്റ്ലി പത്തനംതിട്ട ടൗണിൽ നിന്ന് നമ്മൾ കോന്നിയിലേക്ക് വന്നു. കോന്നിയിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു അടവി എക്കോ ടൂറിസം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ ഒരു കൊട്ടവഞ്ചി ബോട്ടിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വന്ന കാര്യം പറഞ്ഞില്ല. അതായത് എറണാകുളത്ത് നിന്ന് ഇന്നലെയായിരുന്നു വന്നത്. എറണാകുളത്ത് നിന്ന് ഇന്നലെ വൈകുന്നേരം വന്ന് രാത്രി ഏകദേശം ഒരു 9 മണി വരെ പത്തനംതിട്ട എത്തി. എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ ഓൾറെഡി ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എല്ലാം സെറ്റായി ഇപ്പോൾ വന്നിട്ടുള്ളത്. നല്ല മഴക്കാറുണ്ട്, അതുകൊണ്ട് കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. മഴ വേണമല്ലോ, മഴ ഉണ്ടെങ്കിലല്ലോ ഒരു രസം ഉണ്ടാവുള്ളൂ. എല്ലാം സെറ്റാണ്. ഒരു പോക്ക് വേണ്ടിയിട്ട് നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. എന്താവോ എന്തോ. പുഴ എടുത്തിട്ടുണ്ട്, കോട്ടും എടുത്തിട്ടുണ്ട്, അതെല്ലാം സെറ്റാണ്. നല്ല തണുപ്പുണ്ട്. ഫോറസ്റ്റ് എത്തിയല്ലോ. ഈ ഏരിയയിലൊക്കെ എത്തുമ്പോഴാണ് നല്ലൊരു കിടിലൻ മഴ വരുന്നത്. പ്രത്യേകിച്ച് റൈഡ് ചെയ്യാനൊക്കെ നല്ല രസമായിരിക്കും. ഇതിപ്പോൾ കോന്നി റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കോന്നി കഴിഞ്ഞു. ഇനിയിപ്പോൾ കോന്നിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു എന്താ പറയുക, തണ്ണീർത്തോടിലെ അടവി എക്കോ ടൂറിസം. അപ്പോൾ ആ ഒരു റൂട്ടിലേക്കുള്ളൊരു റിസർവ് ഫോറസ്റ്റാണ് ഇത്. സ്ഥലമെത്തി. ഇതാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്ഥലം. ഇപ്പോൾ ഒരു KSRTCൻ്റെ ഒരു സഫാരി ബസ്സൊക്കെ കാണുന്നു. രാവിലെ ഏകദേശം ഒരു 8:30 ആകുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ എത്തുമ്പോൾ ഏകദേശം ഒരു 9 മണിയായിരുന്നുണ്ട്. അപ്പം നേരത്തെ ഒരു ടീം ഉണ്ടായിരുന്നു, ആദ്യമേ എത്തിയ. അപ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പോൾ ആരും ഇല്ല. അപ്പോൾ നമ്മളെത്തിയപ്പോൾ തന്നെ നല്ലൊരു മഴ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. ആദ്യം തന്നെ കയറുമ്പം മഴ വേണ്ടല്ലോ. അപ്പോൾ അവരോട് നമ്മൾ സംസാരിച്ചു. അപ്പം മഴയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മളെത്തിയത് കറക്റ്റ് തിരക്കില്ലാത്തൊരു സമയമാണ്. അതായത് വെള്ളിയാഴ്ചയാണ്, അതുപോലെ തന്നെ രാവിലെയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് സമാധാനമായിട്ടൊന്ന് പോയിട്ടൊക്കെ വരാം. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു സംസാരങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്ത് കയറാൻ ചെറിയൊരു പണി ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. ഏകദേശം 4 ആൾക്ക് വരെ ഒരു കൊട്ടവഞ്ചിയിൽ കയറാൻ വേണ്ടി പറ്റും. പിന്നെ 4 ആൾ കയറിയാലും 2 ആൾ കയറിയാലും ഇപ്പോൾ ഒരാൾ കയറിയാലും സെയിം പൈസയാണ്. നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റിൻ്റെ ഒരു പാക്കേജാണ് എടുത്തത്. അല്ലാതെ 1 ഹവറിൻ്റെ ഒരു പാക്കേജ് കൂടി ഉണ്ട്, അതിന് വേറെ എക്സ്ട്രാ പൈസയുണ്ട്. മഴയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ റെയിൻ കോട്ട് ഇട്ടിട്ടാണ് കയറിയത്. നമ്മൾ ആദ്യം വന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, പിന്നെ ഒന്ന് കുറഞ്ഞപ്പോൾ ഒന്ന് കയറി.
ഇനിയിപ്പോൾ എന്തായാലും ചിലപ്പോൾ മഴ പെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു റിസ്ക് എടുക്കേണ്ട വിചാരിച്ച് റെയിൻ കോട്ട് ഇട്ടങ്ങ് കയറി. നമ്മളെ റൂമൊക്കെ ഇപ്പം അടുത്തായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് റെയിൻ കോട്ട് ഇടാതെ നല്ല മഴയൊക്കെ കൊണ്ടങ്ങ് പോകാമായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടുന്ന് റൂം ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതൽ ദൂരമുണ്ട്. അത്രയും മഴ നനഞ്ഞ് പിന്നെ പോകണ്ടല്ലോ വിചാരിച്ചിട്ടാണ് എന്തായാലും റെയിൻ കോട്ട് ഇട്ട് കയറാമെന്ന് വിചാരിച്ചത്. ഞങ്ങളിപ്പോൾ പറയില്ലേ ഈ ടൗണിലേക്കാട്ട് റേറ്റ് മേടിക്കുന്നത് എന്താ ഉള്ളോട്ട് ഏരിയയിലാകുമ്പോൾ റേറ്റ് ഉണ്ടാവും. ഇവർ ഈ ടൂറിസ്റ്റുകളെ ഇവിടെ വേറെ പുറത്തുനിന്ന് ആരും വന്ന് എടുക്കത്തില്ലേ. ടൂറിസ്റ്റ് വരുന്ന ഇപ്പം നിങ്ങൾ വന്നു ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ ഒക്കെ കണ്ടു നിൽക്കാൻ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ റൈറ്റ് സൈഡ് ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ കുറച്ചുകൂടി നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഈ റൈറ്റ് സൈഡ് ചേർന്ന് പോകുന്നത്. നമ്മളിനി വരുമ്പോൾ കുറച്ചുകൂടി മിഡിലായിട്ട് നമ്മൾ വരിക. അതുപോലെ തന്നെ ഒഴുക്ക് ഇപ്പം നമ്മൾ പോകുന്ന ഓപ്പോസിറ്റ് ദിശയിലേക്കാണ്. അപ്പോൾ ഒന്ന് കുറച്ചുകൂടി നല്ല രീതിയിൽ തുഴയേണ്ടി വരും. നമ്മൾ തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തുഴയാതെ തന്നെ നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഫോറസ്റ്റിൽ മൃഗങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള അനുവാദമൊന്നുമില്ല. ഈ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഈ കോന്നി റിസർവ് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളാണ് ഈ റൈറ്റും ലെഫ്റ്റായിട്ടുള്ളൊക്കെ ഉള്ളത്. ചില സമയത്ത് ഈ റൈറ്റ് സൈഡിൽ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചു. എല്ലാ മൃഗങ്ങളും വരുന്നുണ്ടോ. ആന ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, അല്ലാതെ ചെറിയ ചെറിയ മൃഗങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു റോഡുണ്ട്, അതുവഴിയാണ് ഇനി നമുക്ക് തിരിച്ചു പോകേണ്ടത്. അപ്പോൾ അതിലേ പോയാൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ ഇനി ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതൊക്കെ കാണാൻ പോകാനുണ്ട്. രാവിലെ അങ്ങനെ അധികം ആൾക്കാർ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന നല്ല കിഡിലിൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ നമ്മളൊന്ന് കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ പുഴയ്ക്ക് ഇപ്പം വലിയ ഒഴുക്കില്ല, പക്ഷെ ഇനി മഴ നല്ല രീതിയിൽ കൂടുകയാണെങ്കിൽ നല്ല ഒഴുക്ക് വരുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു നല്ല മഴക്കാലത്ത് നമ്മൾ ഇതിൻ്റെ അടി കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞ് ചിലപ്പോൾ ഒരു വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടി കാണാൻ വേണ്ടി പറ്റുമെന്നാണ് പറഞ്ഞത്.
നമ്മൾ ആ നേരത്തെ കറങ്ങിയൊരു സ്ഥലമില്ലേ, അവിടെ നിന്നാണ് നമ്മൾ തിരിച്ച് വന്നത്. അപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു കറങ്ങുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് നമ്മളിപ്പോൾ തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് നല്ല ഒഴുക്കുള്ളത് കാരണം നമ്മൾ തുഴയേണ്ട ആവശ്യമൊന്നുമില്ല, അതിൻ്റെ ആ ഒഴുക്കിലങ്ങ് കിട്ടും. ഈ മഴയത്ത് ഇങ്ങനെ കൊട്ടവഞ്ചിയിൽ നനഞ്ഞിട്ടൊക്കെ പോകാൻ നല്ല രസമാണ്. ഇപ്പം ഈ കോട്ടില്ലേലും റൂമൊക്കെ നമ്മൾ അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ നല്ല രീതിയിൽ നനഞ്ഞിട്ടൊക്കെ പോകാമായിരുന്നു. മഴ വേണം, മഴയുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവും. അങ്ങനെ ഏകദേശം നമ്മൾ ആ ഒരു വന്ന സ്ഥലത്ത് തിരിച്ചെത്തി. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 30 മിനിറ്റ് സ്പെൻഡ് ചെയ്തു. അധികം തിരക്കില്ലാത്തതുകൊണ്ടും നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ടും നല്ലൊരു അനുഭവമായിരുന്നു. ഇനി എന്തായാലും മഴയൊക്കെ ഒന്ന് കുറയുന്ന വരെ ഇതിൻ്റെ അകത്ത് കയറി നിൽക്കാൻ ആവശ്യം. മഴ കുറഞ്ഞിട്ട് നല്ല ഇവിടുന്ന് പോകാൻ ആവശ്യം. കാരണം നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തു, പക്ഷേ മഴ എന്നിട്ടും കുറയുന്നില്ല. നല്ല രീതിയിൽ മഴയുണ്ട്. ഇപ്പം ഇനി അധികം ഇവിടെ നിന്നാൽ നമ്മൾ പോക്കുണ്ടാവില്ല എന്ന് തോന്നുന്നു, കാരണം മഴ കൂടി വരുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇവിടുന്ന് കുറച്ച് നടക്കാൻ വിചാരിച്ചു. ഇവിടെ ഇവർക്ക് ഒരുപാട് കൊട്ടവഞ്ചികളുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാം. അത് നല്ല ആളെ കൊണ്ട് വെക്കണം. ഇവിടെയാണ് വെള്ളച്ചാട്ടം. എവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു, പോയി നോക്കാം. നമ്മളപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി. ഇനി ഇവിടുന്ന് അധികം ദൂരമില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. ഇതേതോ വീട്ടിലേക്കുള്ള വഴിയാണല്ലോ. ആ, ഇത് തന്നെ, ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആ വെള്ളച്ചാട്ടം.
ഇങ്ങോട്ട് നല്ല ഒഴുക്കുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കുട്ടവഞ്ചി പോയ പുഴ. ഇവിടെ ഒക്കെ നല്ല ഒഴുക്കുണ്ട്. നമ്മളവിടെ വലിയ ഒഴുക്കില്ലായിരുന്നു. നമ്മളാ കുട്ടവഞ്ചിയിലെ പരിപാടി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളൊരു വെള്ളച്ചാട്ടം ഇപ്പം കണ്ടു. നല്ല മഴയുണ്ടായോണ്ടേ നല്ല രസമായിരുന്നു. നല്ല ആസ്വദിക്കാൻ പറ്റി, പ്രത്യേകിച്ച് ആ കുട്ടവഞ്ചിയിൽ. ഒരാൾക്കല്ല, ഒരു കുട്ടവഞ്ചിക്ക് 600 അതിൽ ഏകദേശം 4 ആൾ വരെ കയറാൻ പറ്റും. ഇപ്പോൾ 2 ആളായാലും ഒരാളായാലും 600 തന്നെ. കറക്റ്റ് നല്ല മഴ പെയ്യാൻ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റെയിൻകോട്ട് ഇട്ടിട്ടാണ് കയറിയത്. തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഫോറസ്റ്റിലൂടെ തിരിച്ചു വന്ന വഴിയല്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഇതിലൂടെ പോയാൽ സീതത്തോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ കുറേ കാഴ്ചകൾ ഉണ്ട് എന്നാണ് ഞാൻ നോക്കുമ്പോൾ കണ്ടത്. എന്തായാലും പോയി നോക്കാം.